ഒടുവിൽ നെടുമങ്ങാട് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ കുട്ടി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ ഉത്തരവ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് ഏറ്റവും അവസാനം നടപടി സ്വീകരിക്കേണ്ടി വന്നത്. നേരത്തെ സ്ഥലം മാറ്റത്തിന് നടപടി ഒതുക്കാൻ നീക്കം നടന്നിരുന്നു. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, അവിടെ നവജാത ശിശു മരിക്കുന്ന സാഹചര്യം നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിലുണ്ടായി. അത് വനവാസി യുവതിയുടെ കുഞ്ഞായിരുന്നു. വലിയ പ്രതിഷേധം ഉയർന്നു. ആദ്യം ഡോക്ടറെ സ്ഥലം മാറ്റിക്കൊണ്ട് തടി തപ്പാനാണ് സർക്കാർ ശ്രമിച്ചത്. അവസാനം ആരോപണ വിധേയായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വീണ. വിനോദ്, ഒടുവിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഒരു ഭാഗികമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്. മുഖം രക്ഷിക്കുവാനുള്ള ഒരു നടപടി മാത്രമാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നിരവധി പേർ ചികിത്സയിലെത്തുന്ന ഒരു ആശുപത്രിയാണ്. ഒന്നിലേറെ സംഭവങ്ങൾ ഈ ആരോപണ വിധേയമായിട്ടുള്ള ഡോക്ടർക്കെതിരെ പരാതി ഉയർന്നിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഇവിടെ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഡോക്ടർക്കെതിരെ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നടപടി സ്വീകരിച്ചില്ല എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചു കുടുംബം രംഗത്തെത്തി. ശസ്ത്രക്രിയക്കിടയിൽ കുഞ്ഞു മരിക്കുന്നു. ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം തയ്യാറാകില്ല എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഈ ആശുപത്രിക്ക് മുന്നിൽ ആരംഭിച്ചത്. സൂപ്രണ്ടിന്റെ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നവർ പ്രതിഷേധിച്ചു. ഈ സമയം വരെയും 24 മണിക്കൂറും BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ആരോഗ്യവകുപ്പ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ എത്തി വിദഗ്ധ സംഘം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം BJP നേതാവ് യുവരാജും അതുപോലെ തന്നെ പ്രവർത്തകരും ചേരുകയാണ്. 24 മണിക്കൂർ നീണ്ടുനിന്നൊരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് ഭാഗികമായിട്ടൊരു നീതി ലഭിച്ചു എന്ന് പറയാൻ സാധിക്കും അല്ലേ? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുടുംബത്തിന് എപ്പോഴാണോ നീതി ലഭിച്ചു എന്ന് തോന്നുന്നത് ആ സമയം വരെ നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നതാണ്. കുടുംബം അതിനകത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് തയ്യാറായിട്ടുണ്ട്. അവർക്കെതിരെ അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമരം കൊണ്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളും അതിനകത്ത് നിലവിൽ തൃപ്തരാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളുമായി സഹകരിക്കുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണല്ലോ പറഞ്ഞത്. അവരതിനകത്ത് സഹകരിക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇനി മുൻപോട്ടുള്ള നിയമ നടപടികൾ എന്താണോ വേണ്ടത് അതിനുള്ള പരിപൂർണമായിട്ടുള്ള പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ലഭിക്കുന്നതാണ്. അവർക്ക് നീതി ലഭിച്ചു എന്ന് തോന്നും വരെ ഈ പോരാട്ടം BJP തുടരുമെന്ന് പറഞ്ഞു. അവർക്ക് ഏത് നിമിഷം വരെയാണോ അവർ ആ പോരാട്ടം തുടരുന്നത് ആ നിമിഷം വരെയും അവരോടൊപ്പം BJP തുടരുക തന്നെ ചെയ്യും. എന്തായിരുന്നാലും ശരി തന്നെയാണ്, കഴിഞ്ഞ ദിവസം കാണിച്ചൊരു ധാർഷ്ട്യമുണ്ട്. ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും എല്ലാം ചേർന്ന് കാണിച്ചിട്ടുള്ളൊരു ധാർഷ്ട്യമുണ്ട്. ഒരു തരത്തിലും സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് തീർച്ചയായിട്ടും സന്ധിയില്ലാ സമരം തന്നെയാണ് BJP നടത്തിയത്. ഇന്നലെ രാത്രി ഏതാണ്ട് 2 മണി വരെ നീളുന്ന സമരം, ഇന്ന് രാവിലെ 9 മണി മുതൽ നമ്മുടെ പ്രവർത്തകർ ഇവിടെ നടത്തുന്ന സമരം. അവർ കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പൊക്കോളും എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. അവർക്ക് മനസ്സിലായി BJP എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് എഴുന്നേറ്റ് പോകുന്ന പ്രസ്ഥാനമൊന്നും അല്ല എന്നുള്ള കാര്യം. ഏറ്റവും അവസാന നിമിഷം വരെയും ആ കുടുംബത്തിനൊപ്പം നിലയുറപ്പിച്ചത് ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നു. സസ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തയ്യാറുള്ളത്. അതിനുശേഷം പിന്നീട് മറ്റ് പലരും നാണമില്ലാതെയൊക്കെ വന്ന് CPM-കാരൊക്കെ എന്തടിസ്ഥാനത്തിലാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്, ഏറ്റവും അവസാന നിമിഷമാകുമ്പോഴേക്കും വരുന്നത് കണ്ടു. അതൊക്കെ അവർ ആഘോഷിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുടുംബത്തിനറിയാം, ജനങ്ങൾക്കറിയാം BJP എത്രമാത്രം അവർക്കൊപ്പം നിലയുറപ്പിച്ച് നിന്നിരുന്നു എന്നുള്ള കാര്യം. ഇന്നലെ രാത്രിയും പകലും ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ ഇവിടെ നിന്ന് പൊരുതിയ നമ്മുടെ പ്രവർത്തകരുടെ പ്രവർത്തകരുടെ വിജയമാണ് ഈ സമരം എന്ന് പറയുന്നത്. തീർച്ചയായും ആ ഒരു പ്രതിഷേധത്തിന് ഫലം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വിനോദ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. തുടർന്നാകും പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ ആയിരിക്കും നടക്കുക എന്നാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. വിനോദ്, അതെ, അവിടെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ബന്ധുക്കളുടെയും BJP അടക്കമുള്ള പൊതുസമൂഹത്തിൻ്റെയും ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഏറ്റവും ആദ്യം ഡോക്ടറെ സ്ഥലം മാറ്റിക്കൊണ്ട് തടി തപ്പാനാണ് സർക്കാർ ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ കൃത്യമായ നടപടി സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നു. നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിലാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.